എൻ്റെ പേര് സാൻജോ, ഇത് വൈഫ് മിനി. ഞങ്ങൾക്ക് 4 ആൺമക്കളാണുള്ളത്. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെൻറ് തോമസ് അമ്പഴക്കാട് ഫൊറോന ചർച്ച് ദേവാലയത്തിലൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് 4 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ സച്ചു സാൻജോ, രണ്ടാമത്തെ മകൻ സാൻജോ, മൂന്നാമത്തെ ആള് സയാൻ സാൻജോ, നാലാമത്തെ സാം സാൻജോ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മച്ചി കൂടി ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്. മൂത്ത ആളുടെ പേര് സച്ചു സാൻജോ. അവൻ 9th പഠിക്കുന്നു. GSHS അഷ്ടംസിറയിലാണ് പഠിക്കുന്നത്. മൂത്ത മകൻ സച്ചു ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് നല്ല ആക്റ്റീവാണ് ആള്. പിന്നെ ഈ കളികൾ കാര്യങ്ങളൊക്കെ സ്പോർട്സിനോടാണ് ആൾക്ക് കൂടുതൽ താല്പര്യം. പിന്നെ പഠനത്തിലായാലും ആള് കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. രണ്ടാമത്തെ ആള് സാൻജോ 4th സെന്റ് തോമസ് LPS അമ്പഴക്കാട് സ്കൂളിൽ പഠിക്കുന്നു. മറ്റേ മാർഷൽ ആർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആൾക്കായാലും കൂടുതൽ താല്പര്യം. പിന്നെ ഇപ്പോൾ സ്കൂളുകളിലായാലും എല്ലാ പരിപാടികൾക്കും അവർ കലാപരിപാടികൾക്കൊക്കെ പങ്കെടുക്കും. പിന്നെ പടം വര ആളുടെ ഒരു കഴിവാണ്. ആള് പടം അത്യാവശ്യം നന്നായിട്ടൊക്കെ വരയ്ക്കുന്നൊരു കുട്ടിയാണ്. മൂന്നാമത്തെ ആള് സയാൻ സാൻജോ. അവൻ 2nd സ്റ്റാൻഡേർഡ് സെന്റ് തോമസ് LPS തന്നെ. കരാട്ടെ അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെയാണ് അവന് കൂടുതൽ താല്പര്യം. അവനത് വിട്ടില്ലെങ്കിൽ അവനത് ഭയങ്കര വിഷമമാണ്. നമ്മൾ കരാട്ടെ അങ്ങനെ പിന്നെ ഡാൻസ് അതൊക്കെ ആൾ നന്നായി ചെയ്യും. പഠിക്കാനും മോശമൊന്നുമില്ല, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. നാലാമത്തെ ആളിപ്പോൾ ചെറുത് ഇപ്പോൾ 4 മാസം ആവണുള്ളൂ കുട്ടിക്ക്, 4ാമത്തെ കുട്ടിക്ക്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് മാമോദിസ കഴിഞ്ഞ ദിവസം മാമോദിസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ പല വീടുകളിലും പോകുമ്പോൾ നമ്മൾ കൂടുതൽ അംഗസംഖ്യയുള്ള വീടുകളിൽ നമ്മൾ വളരെയധികം സന്തോഷം കാണാറുണ്ട്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഈ 1-2 പിള്ളേർ ഉള്ളിടത്തായാലും നമുക്ക് ഒരു അത്രയധികം സന്തോഷം കാണാതായിട്ട് ഞങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യാറില്ല. കൂടുതൽ അംഗങ്ങൾ ഉള്ള വീടുകളിൽ ഒരു പ്രത്യേകതരം സന്തോഷം എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ പല വീടുകളിലും പോകുമ്പോഴായാലും പണ്ടത്തെ കൂട്ടുകുടുംബങ്ങളിലായാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത്. ഒരു പ്രത്യേകതരം സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. പിന്നെ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ ഒരു ദാനമാണ് നമുക്ക്. അത് നമുക്ക് വളരെയധികം സന്തോഷവും എല്ലാ കാര്യങ്ങളിലും കൂടുതൽ നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടെയാണ് മക്കളെ സ്നേഹിക്കുന്നതും സ്വീകരിക്കുന്നതും. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ വളരെ ഈ വീട്ടിലേക്ക് സാൻജോ കയറി വരുമ്പോൾ തന്നെ ഒരു പിള്ളേർ പപ്പേ എന്ന് വിളിച്ചിട്ടാണ് വരാ. പപ്പ വരാൻ ഇച്ചിരി വൈകിക്കഴിഞ്ഞാൽ അമ്മ പപ്പേനെ വിളിക്കൂ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അത് സാൻജോപ്പ എപ്പോഴും പറയും വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണെന്ന്. പൈസയും മക്കളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വളരെ താഴെ ഉള്ള രീതിയിൽ നിന്നാണ് നമ്മൾ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തിയത്. എനിക്ക് കൂടുതൽ മക്കൾ ഉണ്ടായ പിന്നെയാണ് ഒരു കൊച്ച് 2 കൊച്ച് 3 കൊച്ചാവുന്നതിനനുസരിച്ച് ദൈവം നമ്മളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൈഫിൻ്റെ ഫാമിലി ആയാലും വളരെ താഴ്ന്ന ഇതിലുള്ളൊരു ഫാമിലിയാണ് അവളുടെ. ഞങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഉണ്ടായ പിന്നെയാണ് ഓരോ കാര്യങ്ങളും ഉണ്ടായി വരുന്നതും. പിന്നെ കാശ് ഉണ്ടായിട്ട് പിള്ളേരുകൾ ഉണ്ടാവാന്ന് പറഞ്ഞൊരു ചിന്ത അത് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ മക്കളായ പിന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും ബിസിനസ്സിലായാലും ഓരോ കാര്യങ്ങൾ പിള്ളേരുണ്ടായ പിന്നെയാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വന്നു തുടങ്ങിയത്. അത് കാശും ഈ മക്കളുണ്ടാവണതും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. നമുക്ക് മക്കളിൽ ഉണ്ടായതിനു ശേഷം തന്നെയാണ് നമ്മളും നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ആയിട്ട് നമുക്ക് അതിനോട് ബന്ധപ്പെടുത്താനായിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം മക്കൾ ദൈവം തരുന്നതാണ്. അപ്പം നമ്മൾ അവരെ കൈ നീട്ടി സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. രാവിലെ ഒരു സാഞ്ചപ്പൻ ചിലപ്പോൾ 2 മണിക്ക് പോവും. അപ്പോഴൊക്കെ നമ്മൾ എണീക്കും. ചിലപ്പോൾ 1 മണിക്ക്, അങ്ങനെ ടൈമില്ല. ആ ടൈമിലൊക്കെ നമ്മൾ എണീക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ചെറിയ കൊച്ചിപ്പോൾ ഉള്ളതുകൊണ്ട് എണീക്കും. അപ്പം നമുക്ക് പിന്നെ പറ്റില്ല. പിന്നെ 5:30 തുടങ്ങി പിന്നെ ഓരോരുത്തരെ വിളിച്ചെഴുന്നേൽപ്പിക്കുക, പള്ളിയിൽ പോയിടാം. മറ്റു മൂത്ത ആള് ഓൾട്ടർ ബോയ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോണില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ രാവിലത്തെ പരിപാടി ഫുഡ് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് പിന്നെ വരുമ്പോഴായിരിക്കും പിന്നെ ഒരു
എന്താ പറയാ, ഒരു ബഹളായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഓരോരുത്തർക്ക് ട്യൂഷന് പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രെയർ ചെല്ലും. അത് കഴിഞ്ഞ് ഒരു 8 മണിയോട് കൂടിയിട്ട് ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ പോയിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് നല്ല ഇത് അന്നത്തെ ദിവസത്തെ സ്കൂളിലത്തെ വിശേഷങ്ങളും ഇവിടെ നടന്ന വിശേഷങ്ങളും അവർ ചെയ്ത വിശേഷങ്ങളൊക്കെ ഞാൻ സാഞ്ഞപ്പം വരുമ്പോൾ സാഞ്ഞപ്പനോട് പറയും. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഒരു 9:30-10 മണിയോട് കൂടി എല്ലാവരും കൂടി ഇങ്ങനെ കിടക്കും. മൊബൈൽ ഉപയോഗം നമുക്ക് അങ്ങനെ മൊബൈൽ അധികം നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. വർക്ക് കാര്യങ്ങൾ ഇതായതുകൊണ്ട് ഫുള്ള് നമ്മ വർക്കിൻ്റെ ഇതിൽ തന്നെ ആയിരിക്കുള്ളൂ എപ്പോഴും. പിന്നെ പിള്ളേരുകളായാലും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ ചീത്ത പറയും. എന്താണെന്നുണ്ടെങ്കിൽ കണ്ണിനായാലും പ്രശ്നമാണ്. പിന്നെ മൊബൈൽ ഉപയോഗം അത്ര നല്ലതുമാണ്, എന്നാൽ കൂടുതൽ പ്രശ്നമുള്ള കാര്യമാണ് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അധികം പിള്ളേരുകൾ മൊബൈൽ എടുക്കുമ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ട്. അപ്പോൾ എടുത്തു വയ്ക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആരും കാണാണ്ട് അവന്മാർ എടുത്തുകൊണ്ട് പോകും. എന്നാലും നമ്മൾ പരമാവധി ഒരു ഫോണിലേക്ക് തന്നെ അഡിക്റ്റ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ അധികം സമയം കിട്ടാറില്ല അധികം ഉപയോഗിക്കാനായിട്ട്. ഇവരുടെ കാര്യങ്ങളായിട്ട് എൻഗേജ് ആയതുകൊണ്ട് അധികം സമയം നമുക്ക് കിട്ടാറില്ല. എന്നാലും കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്, നോക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ മൂത്ത ആൾക്ക് കുറച്ചൊരു മൊബൈലിനോട് കുറച്ചൊരു ഇതുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പൊക്കോളും. മൂത്ത ആളിപ്പോൾ ഒരു ടീനേജിൻ്റെ ഒരു ഏജ് ആയതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു കുറച്ച് ദേഷ്യവും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ട്. ഫോൺ ശരിക്കും ഒരു അഡിക്ഷനാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ ആയിപ്പോകും. നമ്മുടെ പുറത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കളിക്കാനായാലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാം. അതുകൊണ്ട് പരമാവധി ഇവന്മാരെ സ്പോർട്സിലേക്കും ഇതിലേക്കൊക്കെ ഇറക്കണേൻ്റെ കാര്യം ഇതാണ്. എന്നുണ്ടെങ്കിൽ കളികളും കാര്യങ്ങളും ഒരാൾ വീട്ടിൽ വന്നാൽ പോലും നമ്മൾ ഫോണിൽ നോക്കിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഒന്ന് നോക്കാനോ പിടിക്കാനോ നമുക്ക് നേരം കിട്ടില്ല. നമ്മൾ വരുന്ന ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്നുണ്ടെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ മാറിയിരുന്നിട്ട് ഫോണിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അത് അത്രയും നല്ല ഒരു പ്രവണത അല്ല. കുടുംബ പ്രാർത്ഥന ഇപ്പം ഞാൻ ചിലപ്പോൾ നമ്മുടെ പണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ കൂടുതൽ നേരം വൈകാറുണ്ട്. എന്നാൽ പോലും വൈഫ് അത് പിള്ളേരൊക്കെ ഇരുത്തി പ്രാർത്ഥിക്കാനും പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും പണി കാറ്ററിങ്ങിൻ്റെ ജോലി ആയതുകൊണ്ട് പലപ്പോഴും വരുമ്പോൾ ടൈം ഒരുപാട് വൈകും. അതുകൊണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളും വൈഫ് അത് പിള്ളേരെയൊക്കെ കൂട്ടിയിരുത്തി അമ്മച്ചിയും എല്ലാവരും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിന് നടക്കും. നമ്മൾ കറക്റ്റ് 7 മണി 7:30 ആ ടൈമിലാണ് നമ്മൾ പ്രാർത്ഥന എത്തിക്കാറ്. അത് കഴിഞ്ഞ് അതിൻ്റെ ടൈമിൽ പിള്ളേർക്ക് വന്നിരുന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ചെയ്തോളും. മൂത്ത ആളാണ് അതിന് നേതൃത്വം കൊടുക്കാറ്. പിന്നെ അമ്മയും ചെയ്യും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റില്ല. കാരണം കൊച്ചുള്ള കാരണം നമ്മൾ അവൻ്റെ വാശിയും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം അതിൻ്റെ രീതിയിൽ അങ്ങനെ പോകണം. എന്നാലും നമ്മൾ അതിനകത്ത് സജീവമായിട്ട് തന്നെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഇപ്പം അവനിപ്പോൾ അത്യാവശ്യം അറിയാം. അപ്പം അതുകൊണ്ട് അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ കാസർഗോഡാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജാണ്. ഈ ഇടവകയിൽ തന്നെയാണ് അവളുടെ വീട്. ഇവിടുന്ന് എൻ്റെ വീട്ടിനായിട്ട് 1 കിലോമീറ്റർ അകലമുള്ളൂ. അവളുടെ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ അവളെ പെണ്ണ് കണ്ടത്. എന്നുള്ളൊരു സെറ്റ് സാരിയാണ് ഉടുത്തിരുന്നത്. സാന്ത്വൻ്റെ അമ്മയുണ്ടായിരുന്നു, പിന്നെ മേമ്മയുടെ മോനുണ്ടായിരുന്നു, പിന്നെ അപ്പച്ചൻ അമ്മച്ചി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് ഒരു മെറൂൺ കളറ് ചെക്ക് ഷർട്ടായിരുന്നു സാന്ത്വ അന്നിട്ടായിരുന്നു. ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞ സംഭവമാണ്. സാന്ത്വപ്പൻ നല്ല സ്നേഹമാണ് സാന്ത്വപ്പന്. അതായത്
നമ്മൾ വർക്കിൻ്റെ ഒരു ഇതിൽ നമുക്ക് ആകെ ഭ്രാന്തായിരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ പ്രഷറായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ചൂടായിട്ട് വർത്താനം പറയുമ്പോഴും അവൾ ഫുൾ കൂളായിരിക്കും. അപ്പം നമ്മൾ തന്നെ കൂളാവും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇത് ക്ഷമ. നമ്മളെ ഇപ്പം നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ സാഞ്ചപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാഞ്ചു അത് കറക്റ്റായിട്ട് ചെയ്യും. കുടുംബത്തിൽ പരമാവധി ആൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നല്ല രീതിയിലുണ്ട്. ഞങ്ങൾ കുടുംബങ്ങളായി എന്തായാലും വഴക്കും ഇതൊക്കെ ഉണ്ടാവും. അത് വലിയ കലഹത്തിലേക്കൊന്നും നമ്മൾ പോകാറില്ല. സോറി ആരുടെ ഭാഗത്ത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സോറി പറയാം, അങ്ങനെയാണ് പതിവ്. പിന്നെ കലഹങ്ങളൊന്നും വൈകുന്നേരം വിട്ട് പോകാറില്ല. കിടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് ആളായിട്ട് തന്നെ ഞാൻ അല്ല, എനിക്ക് എപ്പോഴും ഞാൻ ഒരു ഈഗോ വർക്കൗട്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ആൾ തന്നെ വന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് കിടക്കാറുള്ളൂ. സാഞ്ചോ കുറച്ച് ടെൻഷനിലായിരിക്കും, കാരണം വർക്കിൻ്റെ കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട്. അപ്പം നമുക്കറിയാം, കാരണം ആ ടെൻഷനിലായിരിക്കും ചിലപ്പോൾ നമ്മളെന്തെങ്കിലും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. അത് ആ പറയുമ്പോഴത്തെ ആ ദേഷ്യം മാത്രമേ സാഞ്ചോനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഞ്ചോ കൂളായി. വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ വെളുപ്പിന് 1 മണി 2 മണി ആ സമയത്ത് എഴുന്നേക്കുന്നതാണ് ഞാൻ. ആ നേരത്ത് ദൈവത്തിന് വിളിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അന്നത്തെ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. രാത്രി കിടക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് അന്ന് തുടങ്ങിയതാ. കിടക്കുമ്പോൾ സാഞ്ചോൻ്റെ നെറ്റത്ത് യൂദന്മാരുടെ രാജാവായ നസ്രായന യേശുവെ എല്ലാ ആപത്തുകളും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടാണ് ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ കിടന്നിട്ടുള്ളത്. അത് മക്കളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. അവർ നമ്മൾ ചിലപ്പോൾ ഞാൻ മറക്കുമ്പോൾ അവർ വന്ന് ഇങ്ങനെ നിൽക്കും, അമ്മ എഴുതായോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാരുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ മക്കളായാലും ഇത് കണ്ട് വളരണം. അതായത് നമ്മുടെ ജീവിത രീതി അവർ കണ്ട് അത് മനസ്സിലാക്കി വരുമ്പോഴാണ് പുതിയ തലമുറ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് അവർ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ഒരു പാഠമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാമെന്ന് തന്നെയുള്ളതാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ നോക്കുന്നത് അവർ കണ്ടു വളരണം. ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടാവാൻ തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ, ഇപ്പം ഞാൻ അമ്മേനോട് പറയാം അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം അമ്മ നീ അത് കാര്യമാക്കണ്ടേ, നമുക്ക് ശരിയാക്കാം. എന്നാൽ ഇന്ന് വരെ അമ്മേനോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞപ്പോൾ ഇന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ആക്കി എന്തൊക്കെ ചെയ്തോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അമ്മ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇപ്പം അമ്മ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് മക്കളെ നോക്കാനായാലും ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മ ഇവരൊന്ന് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ അമ്മേനെ കൂട്ടും. നമ്മൾ ഒരു കാര്യത്തിനും അമ്മേനെ നമ്മൾ ഒഴിച്ചു നിർത്താറില്ല. നമ്മുടെ എന്ത് സന്തോഷമോ അതിൽ സങ്കടമായാലും അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അമ്മയായാലും അപ്പച്ചനായാലും നമ്മുടെ കൂടെ വേണം തന്നെയാണ്. നമ്മളിപ്പോൾ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും വൈഫും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. അവർ തമ്മിൽ ഇപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ പരമാവധി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതായത് വൈഫ് എന്നെ അവൾ പറയാറില്ല. അതാണ് നമുക്ക് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട വരാറില്ല. അതാണെങ്കിൽ അവൾ തന്നെ അത് മാനേജ് ചെയ്തോളും. ഞാൻ അമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പോണത്. പിന്നെ മനുഷ്യനല്ലേ, ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അമ്മോട് തുറന്ന് പറയും. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ എന്നോടും പറയും. ഞങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ടും പറഞ്ഞ് അത് സോൾവ് ആക്കി കൊണ്ട് പോകാറുണ്ട്. സാഞ്ചപ്പന് ഒരിക്കലും അതിനകത്ത് നമ്മ ഇൻവോൾവ് ആക്കാറില്ല. പരമാവധി നമ്മുടെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് അവർ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ഉണ്ടാവില്ല മക്കളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഹസ്ബൻഡിനോട് പറയാം. അത് എന്തായാലും വേണം. നമ്മൾ ജോലി എൻഗേജറായി നമ്മുടെ ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് എപ്പോഴും എൻഗേജറായിരിക്കും. ഇവർക്ക് പിന്നെ വീട്ടിൽ വേറെ പുറത്തേക്ക് പോകാനോ നമ്മളുടെ കൂടെ അല്ലാണ്ട് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ടൈം ആയാലും ഇപ്പം നമ്മുടെ ഈ അടുത്ത പരിസരത്തേക്കായാലും കുട്ടികളെയും അവളെയും കൊണ്ട് ഞാൻ പരമാവധി ഞങ്ങളിലൊക്കെ പോയിട്ട് മാത്രമായിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ പോയിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും. പിള്ളേരെ കളികളും ചിരികളായിട്ട് നമ്മുടെ അകലേക്കൊന്നല്ലെങ്കിൽ പോലും ഇവിടെ അടുത്ത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മാസത്തിലും 2-3 പ്രാവശ്യം ഞങ്ങൾ പുറത്തേക്ക് പോകാറുണ്ട്. അങ്ങനെ പിള്ളേരായിട്ട് പോകാറുണ്ട്, ഞാൻ സാഞ്ചാനും പോകാറുണ്ട്, അങ്ങനെയൊക്കെ പോകാറുണ്ട്. സ്വപ്നങ്ങൾ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ മക്കളൊക്കെ
കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാശ്മീർ ട്രിപ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾക്ക് അങ്ങനെ പോകണം, കുറച്ച് ദിവസമൊക്കെ നിന്ന് കറങ്ങിയിട്ടൊക്കെ വരണം. പിന്നെ ഞങ്ങൾ കേരളത്തിന് പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. പോവാറ് ഞങ്ങൾ ഈ വേളാങ്കണ്ണി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടയ്ക്ക് പോയി വരാറ്. ടൂറായിട്ടല്ല, ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്കൊക്കെ പോയി വരും. പിന്നെ ഈ അടുത്ത പരിസരത്തേക്ക് തന്നെയാണ് നമ്മളങ്ങനെ പോവാറ്. ഞങ്ങൾക്ക് ഇനി ഏറ്റവും ഫസ്റ്റ് പോകേണ്ടത് വേളാങ്കണ്ണിയിലേക്കൊന്ന് പോകണം. കാരണം അവിടെ കുറച്ച് നേർച്ചകളുണ്ട്, അത് കഴിക്കണം. അത് ഇപ്പം ഇനി അത് കഴിഞ്ഞിട്ട് പിള്ളേർ പറയണ്ട അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളെങ്ങും പോകണില്ല. എന്നുവെച്ചാൽ ഈ കുട്ടികളുള്ള കാരണം പോകണില്ല. ഇനിയിപ്പോൾ മാമോദിസ കഴിഞ്ഞ് നോക്കിനി എനിക്കൊക്കെ പോകണം. നമുക്ക് പിള്ളേർ കൂടുതലുണ്ടെങ്കിൽ തന്നെ ഈ 4 ആളെയും ഒരു ടൈമിൽ സ്കൂളിലേക്ക് വിടണം. ആ ഒരു ടൈമിൽ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത്, ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പറ്റിയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കാര്യത്തിലും സാൻജോ സപ്പോർട്ടാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒന്ന് പിള്ളേരുടെ കാര്യത്തിലായാലും സാൻജോ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പം എനിക്ക് പറ്റില്ല സാൻജോനോട് കൊണ്ടാക്കാൻ പറഞ്ഞാൽ സാൻജോ ഇപ്പോൾ വർക്കിംഗ് സ്ഥലത്തു നിന്നായാലും വന്ന് സാൻജോ കൊണ്ടാക്കും. എല്ലാ കാര്യത്തിലും ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും ഒരുവിധം കാര്യങ്ങളൊക്കെ സാൻജോ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് സപ്പോർട്ടാണ്. ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികവും ഒരു ഇതാണ്. പക്ഷേ എങ്കിൽ കൂടി അതിന് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാണ്ട് നമ്മൾ അത്യാവശ്യം പിള്ളേരെ പഠിപ്പ് എന്ന് പറഞ്ഞ സംഭവം, ഇപ്പോൾ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും ഇപ്പോൾ കൊടുക്കാൻ പറ്റിയത്. അതിനകത്തേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ പഠിപ്പാണ് മെയിനായിട്ട് നോക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വലിയ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആർഭാടങ്ങൾ കാണിച്ചു കൂട്ടാനായിട്ട് നമ്മൾ താല്പര്യപ്പെടാറില്ല. വൈകി അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മക്കളുടെ വളർച്ച നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വളർച്ച നമുക്ക് ആസ്വദിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ ആരോഗ്യവും അവരുടെ ആരോഗ്യമൊക്കെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വളർച്ച നമുക്ക് തന്നെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് പിന്നെ അവരെ നല്ല രീതിയിൽ അവരുടെ പഠനത്തിലായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ഒരു 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ. പ്രായം ഏജ് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത്, ഇപ്പോൾ പെൺകുട്ടികളായാലും ഏജ് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ പരമാവധി ഒരു 10-24 വയസ്സ് ആകുമ്പോഴേക്കും കല്യാണം ആലോചിച്ച് തുടങ്ങാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിവാഹം എത്രയോ നേരത്തെ എന്ന് വെച്ചാൽ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കൊരു ജോബ് കിട്ടിയിട്ട് കല്യാണം കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ ഏജ് വരും. ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എല്ലാം ഉണ്ടായിട്ട് കല്യാണം കഴിക്കാം എന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ നല്ല പ്രായവും ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഒന്നും പറ്റാത്ത രീതിയിലേക്ക് എത്തും. അപ്പോൾ എല്ലാം നടക്കേണ്ട പ്രായത്തിൽ അത് നടക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് കിട്ടുന്നതിലൊരു ഓഹരി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് വരുന്ന നല്ല രീതിയിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു നേരത്തെ ആഹാരത്തിന് പോലും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കാണുമ്പോൾ പുറമേ നിന്ന് ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലും കാര്യങ്ങളായിരിക്കും ജീവിക്കുന്നത്. നമ്മളെ അങ്ങനെ ഉള്ള ആൾക്കാരെ പരമാവധി ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
മൂന്നാമത്തെ ആള് 9th പഠിക്കണേ. ഇവിടെ അമ്പഴക്കാട് സെന്റ് തോമസ് ഫോറിനർ ചർച്ചിൻ്റെ അതിലാണ് 9th പഠിക്കുന്നത്. അവൻ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം അവിടുത്തെ മതബോധനത്തിൻ്റെ ഇതിനായാലും അതിന് എക്സാം ആയാലും പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ റോസറി മേക്കിംഗ് അങ്ങനെയൊക്കെ അതൊക്കെ അവൻ നല്ല ആക്റ്റീവാണ്. രണ്ടാമത്തെ ആള് 4th സ്റ്റാൻഡേർഡ് ഇവിടെ അമ്പഴക്കാട് തന്നെ പഠിക്കണേ. അവനും അതേ രീതിയിൽ തന്നെ ഈ പ്രാവശ്യം മറ്റേ മാതാവിൻ്റെ സോങ്ങിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്കും ആക്റ്റീവാണ്. മൂന്നാമത്തെ ആൾക്ക് ഇച്ചിരി മടിയുണ്ട്, എന്നാലും എല്ലാ കാര്യങ്ങളും അവൻ കറക്റ്റായിട്ട് പങ്കെടുത്തോളും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞോണം ദൈവികമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹവും കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവുക. അത് എനിക്ക് അനുഭവം ഉള്ള ആളാണ് ഞാൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഇങ്ങനെ ഇത്തിരി പറഞ്ഞോണം പള്ളിപ്പോക്ക് പരിപാടികളൊക്കെ കുറവായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം വളരെ ഇതായിട്ട് തുടങ്ങിയ സമയത്ത് അത് കല്യാണം കഴിഞ്ഞ് ഇത് വന്നേ പിന്നെ നമ്മൾ കൂടുതൽ പള്ളിയായിട്ട് എടുക്കാനും അതുപോലെ പ്രാർത്ഥന കാര്യങ്ങൾ വിശ്വാസം ഇതൊക്കെ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് മക്കളായാലും നമ്മളെ മക്കളെ വിശ്വാസത്തിൻ്റെ മാർഗത്തിലൂടെ നടത്താനായിട്ട് പരമാവധിയും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം ദൈവത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും തന്നെ വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളും അതേപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുന്തോറും നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഉണ്ടായ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാഞ്ചോ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു വലിയ ഫാമിലി അല്ലായിരുന്നു. നമ്മൾ താഴേന്ന് വന്ന ഫാമിലിയാണ്. അപ്പം നമുക്ക് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം നല്ല രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. മക്കളുടെ കാര്യത്തിലായാലും ഇപ്പം അമ്മച്ചിയുണ്ട്, അമ്മച്ചി നമുക്ക് നല്ല ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അപ്പം അത് കാരണം നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ പോകണം. ഞങ്ങൾക്ക് ഇപ്പോൾ രോഗങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ ഇവരെ കാര്യങ്ങൾ അമ്മ നോക്കും കറക്റ്റായിട്ട്. എന്നാലും നമുക്കൊരു ടെൻഷനാണ്, ഇവരെന്ത് ചെയ്യണം, അമ്മ പറയുന്നത് കേൾക്കോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് ടെൻഷനുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ ഇപ്പം കുറേ നാളായിട്ട് നമുക്ക് പറ്റണില്ല, പഠിപ്പിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റണില്ല ഇവരുടെ അടുത്ത്. മൂത്താൾ ട്യൂഷന് പോകുന്നുണ്ട്, ബാക്കി 2 പേരും നമ്മൾ ഇവിടെ തന്നെ ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് പറ്റണില്ല അത് ചെയ്യാനായിട്ട്. ഇത് പിള്ളേര് നമുക്ക് കൂടുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അത് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആയാലും വരുമ്പോഴായാലും ദൈവം അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. പ്രശ്നങ്ങൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബുദ്ധിമുട്ടുകൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മളറിയാണ്ട്, അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളറിയാണ്ട് നമ്മളെ നടത്താൻ ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ദൈവം തന്നെയാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുടുംബ യൂണിറ്റായിട്ട് ഞങ്ങൾ നല്ല സഹകരണമാണ്. കാരണം നമ്മൾ അങ്ങോട്ട് കുടുംബ യൂണിറ്റിൽ പോവുക, അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുക, പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് അവരോട് പറയാം. അങ്ങനെയൊക്കെ നമ്മൾ നല്ല സജീവമായിട്ട്. പിന്നെ ഞങ്ങളുടെ അമ്മ അതിൻ്റെ ഹെഡൊക്കെയാണ്. പള്ളിയായിട്ട് എനിക്ക് കാര്യമായിട്ട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാൻ ടൈം കിട്ടാറില്ല. എന്നാലും പരമാവധി എല്ലാ കാര്യങ്ങളിലും ഞാൻ സഹകരിക്കാറുണ്ട്. ഇപ്പം പള്ളിയായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ അച്ഛനായാലും നമ്മൾ വിളിക്കും, പറയും. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പരമാവധിയും ഇൻവോൾവ് ആവാൻ നോക്കാറുണ്ട്. പരമാവധിയും എല്ലാ കാര്യങ്ങളിലും നിൽക്കാറുണ്ട്. ഞങ്ങൾ ഇടവകയിൽ ധ്യാനത്തിന് ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ സാഞ്ചപ്പന് വരാനായിട്ട് പറ്റാറില്ല. കാരണം വർക്കിൻ്റെ കാര്യങ്ങൾക്ക് പോകണ കാരണം പറ്റാറില്ല. ഞാനും പിള്ളേരും അമ്മയും പങ്കെടുക്കാറുണ്ട്. ഈ കൊല്ലം ഞങ്ങൾ സജീവമായിട്ട് തന്നെ എല്ലാ ദിവസവും പോയി പങ്കെടുത്ത് എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ ലാസ്റ്റ് ദിവസം കഴിഞ്ഞ് പോകുന്നത്. സാധിക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ വിശ്വാസം നമുക്ക് ഈ പറഞ്ഞോണം കൂടെ കൂട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഞാൻ സൺഡേകളിൽ മാത്രമേ ഇപ്പോൾ കുർബാനയ്ക്ക് പോകാറുള്ളൂ. കാരണം നമുക്ക് പറ്റാറില്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പറ്റില്ല. പിന്നെ വൈകിട്ട് കുർബാന ഉണ്ടെങ്കിൽ ഞാൻ പോകാറുണ്ട്. അവർ പോയി അതിനകത്ത് ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിന്ന് നല്ല രീതിയിൽ അവർ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തവൻ ഓൾട്ടർ ഉള്ള കാരണം ഇവർക്കും പോയി ആ ചേട്ടനെ നോക്കാലോ, അങ്ങനെ ഒരു ഇതിൽ അവർ പോവും. നമ്മൾ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് കൂടുതൽ പേരും ചിലപ്പോൾ കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും 1 കുട്ടി 2 കുട്ടി എന്നുള്ള ഇതിലേക്ക് ഒതുങ്ങി പോകുന്നത്. ശരിക്കും അങ്ങനെ ഉള്ള കൺസെപ്റ്റ് മാറ്റാൻ
ഞങ്ങൾ പറയുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കുട്ടികളുള്ള കാരണമാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ ഒരു അപ്പാന്ന് വിളിച്ചിട്ട് ഓടി വരുമ്പോൾ അത് എത്ര ഇതുണ്ടായാലും നമുക്ക് ബഹുമാരെ ആ വിളിയും ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പോകും. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 4 ഒതുക്കല്ല, അതിലും കൂടുതൽ നമുക്ക് പിള്ളേർ വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ഒരു അഭിപ്രായം. കാരണം അതൊരു സന്തോഷമാണ്. നമുക്ക് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ ഒരു കളിയും ചിരിയൊക്കെ നമുക്കൊരു എന്താ പറയുക, അത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. ഇവർ തല്ലു പിടിക്കുമ്പോൾ മാറിക്കട അങ്ങോട്ട് മാറട എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ 2 തല്ല് കൊടുക്കേണ്ട വരും. അതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവരെ നമുക്ക് ഇച്ചിരി നേരം നമുക്ക് കാണാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതൊരു വിഷമമാണ്. അപ്പം അങ്ങനെ ഇവരങ്ങനെ എങ്ങും പോകത്തുമില്ല അധികം. കാരണം പപ്പ അമ്മ ആ ഒരു രീതിയിലാണ് അവർ പോണത്. അപ്പം നമുക്ക് ഒരു സന്തോഷം. ഇനി വരുന്ന പുതിയ വിവാഹം കഴിഞ്ഞ് വരുന്നവരോടും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മക്കളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഒന്നിൽ നിർത്താതെ 4, 5, 6 അങ്ങനെ ആയി അങ്ങനെ നല്ലൊരു ബിഗ് ഫാമിലി ആയിട്ട് നമുക്ക് സന്തോഷത്തോടെ പോവാം.